Hi friends, welcome to Nino's Diary. Phalaenopsis Orchidനെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ആ ഓർക്കിഡിൻ്റെ ഇലകളെല്ലാം നശിച്ചുപോയി ഒന്നോ രണ്ടോ ജീവനുള്ള വേരുകൾ മാത്രം ഉണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിങ്ങും അതുപോലെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി വിചാരിക്കല്ലേ. അപ്പോൾ ഞങ്ങൾ 2 മാസം മുമ്പേ ഫെനലോപ്സിസ് ഓർക്കിഡ് കെയറിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഓർക്കിഡ് ചെടി മുഴുവനായിട്ട് നശിച്ചുപോയി, അതിൻ്റെ ഇലകളെല്ലാം നശിച്ചുപോയി, ആകെ ഒന്നോ രണ്ടോ ഹെൽത്തി അല്ലാത്ത തന്നെ വേര് ആണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ വേര് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനെ എങ്ങനെ റിക്കവർ ചെയ്തെടുത്തെന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ആ വേര്, ആ വീഡിയോയിൽ കാണിക്കുന്ന വേര്. ഇപ്പോൾ ജൂൺ ആദ്യമാണ് ഞങ്ങൾ ആ വീഡിയോ ഇട്ടിരുന്നത്, കണ്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും തണ്ടിൻ്റെ രണ്ടറ്റവും മുഴുവൻ കരിഞ്ഞുപോയി, ഇലകളെല്ലാം കുഴിഞ്ഞുപോയി, ഒന്നുമില്ല ഇലകൾ, ആകെ ഒന്നോ രണ്ടോ വേരുകൾ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരെന്ന് പറയാനില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കണം. ചെടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ആദ്യം കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഫംഗിസൈഡ് ആയിട്ടുള്ള ഇൻഡോഫിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മൾ ഈ വേരിനെ നമ്മൾ ഒരു 4 മിനിറ്റോളം മുക്കി വെച്ച് കൊടുക്കുക, നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേ വെള്ളം വെച്ചിട്ടാണ്, ഇൻഡോഫിൽ കലക്കിയ ഡൈലൂട്ടഡ് വാട്ടർ വെച്ച് തന്നെയാണ് നമ്മൾ പോട്ടിംഗ് മീഡിയവും കഴുകി വാരി വേണം നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ. പോട്ടിംഗ് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ചകിരി, കരി, അതുപോലെ ഓടിൻ്റെ കഷ്ണം. ചകിരി കൂടുതലായിട്ട് വേണം. അപ്പം കഴുകി വാരി എടുത്തേക്കുന്ന കാരണം ഈ ചകിരിയിൽ കുറച്ച് ഈർപ്പം ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ വാട്ടർ ചെയ്ത് കൊടുത്തിട്ടില്ല. ചകിരിയിലുള്ള ഈർപ്പം കൊണ്ടും പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴയുടെ എറിച്ചിലടിക്കുന്ന ഭാഗത്തോട്ടായിട്ട് നമ്മൾ ചെടീനെ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നീട് നനച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷം ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ചെടിക്കൊരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഗ്രോത്തിനായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗ്രീൻ കെയറിൻ്റെ നൈട്രജൻ കൂടുതലുള്ള 30:10:10 റേഷ്യോ ഉള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നൈട്രജൻ കൂടുതൽ വേണ്ടതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജനാണ് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 30 ആണ് നൈട്രജൻ്റെ കോൺസെൻട്രേഷനകത്ത്. അപ്പോൾ ഈ ഫെർട്ടിലൈസറാണ് നമ്മൾ, ഗ്രോത്ത് ഹോർമോണാണ് നമ്മൾ അടിച്ചു കൊടുത്തേക്കുന്ന ചെടിക്ക്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വിരലും കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു പിഞ്ച്, കണ്ടോ, ഇത്രയുമാണ് നമ്മൾ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി. ഇത് നമ്മൾ 1 ലിറ്റർ വാട്ടറിലാണ് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുക. അത് 1 ലിറ്റർ വാട്ടറിൻ്റെ ഒരു സ്പ്രെയർ ബോട്ടിലാണ് കാണുന്നത്. പക്ഷേ ഇതുണ്ടോ, അമ്മ കാണിക്കുന്ന അടയാളമാണ് 1 ലിറ്റർ. പക്ഷേ അത്രയല്ല, നമ്മൾ ഈ സ്പ്രെയർ ബോട്ടിൽ നിറച്ചും ആണ്, ബ്രിം വരെ എടുത്തിട്ടുണ്ട് വെള്ളം, നിറച്ചുമാണ് വെള്ളം എടുത്തേക്കുന്നത്. അത്രയും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് വീക്ക് മുതൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ആദ്യം ചെയ്യുമ്പം നമ്മൾ ഇലകളൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ റൂട്ട്സിനും മീഡിയത്തിനും മാത്രമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ജൂലൈ 1st വീക്കിലുള്ള അപ്ഡേഷനാണ്. കണ്ടോ, ചെറിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ 2 ചെടികൾ ഒന്നിച്ചാണ് വെച്ചിരുന്നത്. ഇതിപ്പോൾ കുഴിച്ച് പോട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ആ മീഡിയത്തിലോട്ട് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വീക്ക് മുതൽ അമ്മ ആഴ്ചയിൽ 1 ദിവസമാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇലകളൊക്കെ വന്ന ശേഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മ ഇതുപോലെ ചെറിയ ഇല വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം അതിന് ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് അമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം സ്പ്രേ ചെയ്യുമ്പോഴത്തേക്കിനും ഇലകളേലും അതുപോലെ റൂട്ട്സിലും മീഡിയത്തിലുമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ട ആ വേരുകൾ മാത്രമായിട്ടുള്ള ചെടിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ 70 ഡേയ്സോളം അതിന് പ്രായമായിട്ടുണ്ട്. അതിന് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ഇലകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടോ, ആ സെയിം തണ്ടിൽ നിന്ന് കണ്ടോ പുതിയ 2 ഇലകൾ പൊട്ടി വന്ന് ഇതായിട്ടുണ്ട്. ഇനി അത് റിക്കവറായിട്ട് നല്ല ഇതായിട്ട് വന്നോളും. അപ്പം ഇത്രയും വരെ നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ അപ്ഡേഷൻ, അപ്പോൾ അതിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിപ്പോയി. നമ്മൾ ഇൻഡോഫിലിനകത്ത് മിക്സ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായിപ്പോയി കേട്ടോ.
ഇനി നമുക്ക് വേറൊരു ചെടി ഇതുപോലെ തന്നെ അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് രണ്ടാമത്തെ ചെടി. നശിച്ചു പോകുമെന്ന് വിചാരിച്ചിരുന്ന 2 ചെടികളെ അമ്മ ഒരേ ഇതിനകത്ത് തന്നെയാണ്, ഒരേ മീഡിയത്തിൽ തന്നെയാണ് പോട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതിനുശേഷം അത് റിക്കവറായി വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിനെ റീപോർട്ട് ചെയ്തത്. ഇത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ മുമ്പേ കാണിച്ച അതേ ഫുട്ടേജാണ്. അതിനുശേഷം നമ്മളതിനെ റീപോർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്ലാന്റിൽ 3 ലീവ്സ് കാണാം. ഇത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒരിലയ്ക്ക് എന്തോ ഒരു ഇത് വന്നിട്ട് അതങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സെക്കൻഡ് പ്ലാന്റും ഇതുപോലെ തന്നെ രക്ഷപ്പെടുത്തി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മെയിനായിട്ടും റെയിനി സീസണും കൂടെ ആയ കാരണം ക്ലൈമാറ്റിക് കണ്ടീഷനും അതുപോലെ ഹ്യൂമിഡിറ്റി എല്ലാം നമുക്ക് ഫേവറബിൾ ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയത്. സമ്മർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഷെയ്ഡിലും അതുപോലെ ഇച്ചിരിയും കൂടെ കെയർ എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. 2 പ്ലാന്റ്സിനെ നമ്മൾ ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതായത് ആഴ്ചയിൽ രണ്ടാമത്തെ ആഴ്ച മുതൽ നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് കൊടുത്തു തുടങ്ങി. അപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യമായിരുന്നു അതിൻ്റെ ഫ്രീക്വൻസി. അത് കഴിഞ്ഞിട്ട് അതിന് ഇലകളൊക്കെ വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പം ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിനലോപ്സിസ് ഓർക്കിഡിൻ്റെ ഇലകളെല്ലാം ചീഞ്ഞു പോയി വേര് 1-2 വേര് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതുപോലെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ കുറച്ച് ഫുട്ടേജൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ഇത്രയും ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മളത് ഷൂട്ട് ചെയ്ത് വെച്ച കാരണം കുറച്ചൊക്കെ ഫുട്ടേജൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അതിന് നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞങ്ങളതിന് ഉത്തരം തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.